ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर की महिमा हो. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. सब प्यारे भाई बहनें, बच्चे, माता पिता, आप सबको प्रभु यीशु के नाम में स्वागत करते और धन्यवाद देते हैं. ആദ്യമായിട്ടാണ് ഞാൻ പഞ്ചാബ് സന്ദർശിക്കുന്നത്. मैं पंजाब में पहले बार आ रहे हैं. ഇവിടെ വരുന്നതിന് മുമ്പ് പലതവണ എൻ്റെ സുഹൃത്ത്, നിങ്ങളുടെ പാതിരി പാസ്റ്റർ റവറൻഡ് ജോസഫ് അവറുകൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യമാണ് ദൈവം അതിന് അവസരം ഒരുക്കിയത്. मैं नॉर्थ इंडिया में आते समय कई बार पास्टर जोस और मुझे इनवाइट किया है, लेकिन मुझे मौका नहीं मिला इस बार, और आपको मिलने के लिए, चर्च विजिट करने के लिए प्रभु ने मुझे मौका दी. കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് ടൂറിസത്തിൽ പറയുകയുണ്ട്. टूरिस्ट वर्ल्ड टूरिज्म सेंटर केरला है, तो केरला जो है परमेश्वर की अपना देश, ओन कंट्री, परमेश्वर की अपना देश कहला जाते हैं. എന്നാൽ പഞ്ചാബിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിന്റെ സ്വന്തം നാട് പഞ്ചാബാണ്. लेकिन मैं पंजाब में आया तब मुझे पता लग गया परमेश्वर की अपना देश पंजाब है. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ കരുതല്, നിങ്ങളുടെ സ്നേഹം ഞാൻ 3 ദിവസം കൊണ്ട് പലയിടത്തായി തിരിച്ചറിഞ്ഞു. मैं पंजाब में 3 दिन से हूँ. मैं कई जगह पर आपका प्यार, आपका मोहब्बत, आपका इज्जत, आप जो प्रेम कर रहे हैं, आदर कर रहे हैं, वो सब देखे मुझे पता लगा परमेश्वर सचमुच आपके बीच में है. പ്രൈസ് ദി ലോർഡ്. प्रभु की स्तुति हो. ഇന്നലെ വാഗാ ബോർഡ് സന്ദർശിക്കാൻ സാധിച്ചു. कल मैं अमृतसर में वाघा बॉर्डर में थे, पाकिस्तान के बॉर्डर पे थे. അവിടെയുള്ള പലരോടും എനിക്ക് സംസാരിക്കാനിടയായി തീർന്നു. वहां पे मैं कईयों से बातचीत की. അപ്പോൾ ആ യാത്രാമധ്യേ ഞാൻ കണ്ടത് റോഡിന്റെ ഇരുവശങ്ങളിലായുള്ള വയലുകളാണ്. और मैं अमृतसर को जाते रास्ता पर मैंने देखा, और खेत की और रोड की दोनों साइडों में खेत मैंने देखा है. അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരെയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. बहुत मेहनत करने वाले किसानों को मैं देखा है. അതാണ് നിങ്ങളുടെ വിയർപ്പിന്റെ ഫലം. आपकी पसीना का फल जो है वो ही है. ഇപ്പോൾ കൊയ്ത്തുത്സവം നടക്കുകയാണല്ലോ. अभी फसल काटने की समय है. ആ സമയത്തും ഓരോരുത്തർ ചെയ്യുന്ന അധ്വാനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ദൈവത്തിന്റെ സ്വന്തം നാട് പഞ്ചാബ് തന്നെയാണ്. आमीन. लोगों को देखते हुए, उनकी मेहनत को देखते हुए, ईमानदारी को देखते हुए मुझे पता लगा कि पंजाब परमेश्वर की अपना देश है. എനിക്ക് എന്റെ സുഹൃത്തിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. मेरे मित्र के बारे में बहुत कुछ बोलना है. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു മുറിയില്, ഒരു കോളേജില്, ഈവൻ ഒരു പാത്രത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. जैसे पास्टर ने बताए, हम एक ही कॉलेज में, एक ही रूम में, हम एक ही थाली में भी हम खाते रहे. ആ 600 പേര് പഠിക്കുന്ന സെമിനാരിയിലും ഏറ്റവും ശാന്തനായ വ്യക്തിയായിരുന്നു നിങ്ങളുടെ പാതിരി സാബ്. इस 600 लोग स्टूडेंट्स थे उस सेमिनारी में, और वहां पे सबसे शांत व्यक्ति था आपका पास्टर. അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിന്റെ സ്നേഹവും മാത്രമല്ല എളിമത്വവുമാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. और उस पास्टर की, आपका पास्टर की जो है हम्बलनेस है, मुझे यहाँ पे आज लेकर आपके सामने लेकर आए. കാരണം വ്യത്യസ്ത പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നും എത്തിച്ചേർന്ന ഏതാണ്ട് 600 പേരാണ് ആ കാമ്പസിൽ ഉള്ളത്. उस कैंपस में 600 विद्यार्थी थे और अलग अलग स्टेट से आए हुए लोग थे. ഏതാണ്ട് 25 സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുണ്ട്. और 25 स्टेट से 25 लैंग्वेज बोलने वाले लोग इंडिया से थे, और बाहर देश से भी लोग और स्टूडेंट्स वहां पे पढ़ते थे. അവരുടെ ഇടയിലൊക്കെ ഏറ്റവും ശാന്തതയോടുകൂടി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും അപ്പോൾ തന്നെ മറ്റുള്ളവരെ കരുതുകയും, ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെ 4-5 ദിവസം ദൂരം വീടും വിട്ട്, ഞങ്ങളുടെ ബന്ധുക്കളെ വിട്ട് കോളേജിൽ താമസിക്കുമ്പോൾ സായാഹ്ന സമയത്ത്, അന്ന് വാട്സപ്പോ ഫേസ്ബുക്കോ ഫോണോ ഒന്നും ഇല്ല,
ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് എഴുതി അയക്കുന്ന കത്ത് കൊണ്ടുതരുന്ന ജോലിയായിരുന്നു ഞങ്ങളുടെ പാദ്രി സാഹിബിന്. उस कॉलेज में बहुत सारा ड्यूटी दिया जाते हैं. उस ड्यूटी में आपका पास्टर को एक ड्यूटी दिया था. उस समय किसी के पास व्हाट्सएप नहीं, मोबाइल नहीं, कंप्यूटर नहीं, इस तरह और का मैसेज देने के लिए कोई माध्यम नहीं थे. सिर्फ लेटर थे, चिट्ठी थे. और जो अपनी परिवारों से, घर से, गांव से जो चिट्ठी आते हैं वो चिट्ठी लेकर और वहां पे और जितनी स्टूडेंट्स है वो स्टूडेंट्स के हाथ में पहुंचाना है. वो आपका पास्टर का ड्यूटी था. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. समझ लिया होगा पोस्टमैन का काम था. പോസ്റ്റ്മാർക്ക് കാരണം ड्यूटी जाते हैं वहां पे सब ड्यूटी है. कोई खसी से काम करना होते हैं 2 घंटे, कोई पानी देना होते हैं पौधे को, कोई साफ सफाई करना होते हैं. मुझे वही ड्यूटी मिला जो चिट्ठी लेके देने के लिए. അപ്പോൾ ആ ജോലി കൊടുക്കാൻ കാരണം ഏറ്റവും ശാന്തനായ വ്യക്തി ആയതുകൊണ്ടാണ്. इसलिए ये काम दिए हैं. सबसे शांत व्यक्ति था. ക്ഷമയും വേണം. उसके लिए क्षमा भी चाहिए. ജോൺസൺ ഇടുക്കുള വിളിക്കുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും. जब जॉनसन इडिकोला नाम पुकारते वक्त और हो सकते हैं मैं बाथरूम में होगा. അതുകൊണ്ട് വീണ്ടും കാത്തിരുന്ന് ആ കത്ത് ഞങ്ങൾക്ക് തരികയുണ്ട്. और उस लेटर संभाल के रखे हमारे हाथों में पहुंचाते थे. അപ്പോൾ അങ്ങനെ ക്ഷമയുടെ ഉറവിടമാണ് നിങ്ങളുടെ പാദ്രി സാഹിബ്. आपकी पास्टर क्षमा की जड़ है. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അന്നും ഇന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. मैं इस बात को याद कर रहे हैं, उस समय भी आज भी परमेश्वर ने चुना हुआ व्यक्ति है. आमीन. प्रभु की स्तुति हो. आमीन. हालेलुया. हम सब ताली बजा के परमेश्वर को स्तुति करें. हम ताली बजा के हम परमेश्वर की स्तुति करें. आमीन. हालेलुया. 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 यीशु मसीह की जय. यीशु मसीह की जय. यीशु मसीह की जय. आवाज नहीं उठा, नहीं है, थोड़ा जोर से करना पड़ेगा. यीशु मसीह की जय. यीशु मसीह की जय. आमीन. हालेलुया. ദൈവമാണ് ഇവിടെ നിൽക്കുന്നത്. परमेश्वर हमारे बीच में है. നമ്മൾ ഇവിടെ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. हम यहाँ पे खड़े, हमारे अंदर परमेश्वर वास करते हैं. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന നന്മകളുണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. परमेश्वर ने हमें दी हुई आशीष अनुग्रह के कारण हम यहाँ पे हैं. പരിശുദ്ധാത്മാവിനായിരിക്കുന്ന തീ ഈ ടെന്റിന്റെ മുകളിലുണ്ട്. पवित्र आत्मा की आग हमारी बीच में है. പരിശുദ്ധാത്മാവിന്റെ തീ ഈ വലതുവശത്തുണ്ട്. पवित्र आत्मा की आग हमारी बीच में है. പരിശുദ്ധാത്മാവിന്റെ തീ ഈ ഇടതുവശത്തുണ്ട്. पवित्र आत्मा की आग हमारी चारों तरफ है. നമ്മുടെ പുറവശത്തും ഇതാ പരിശുദ്ധാത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. पीछे भी प्रभु की उपस्थिति, आगे दाहिने बाएं प्रभु की उपस्थिति है. അനുഗ്രഹം പ്രാപിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയൊന്നും. आशीषों को प्राप्त करना हमारी फर्ज है. ഇന്ന് നാം ഇവിടെ ദേവസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കുന്നു, അങ്ങനെയെങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് പോകാൻ സാധിക്കൂ. जैसे हम प्रभु की उपस्थिति में वैसे हम आशीषों को पाएंगे. ഈ പഞ്ചാബിൽ അങ്ങയുടെ ദൈവത്തിന്റെ ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലകളെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. इस पंजाब में प्रभु की जो सेवा कर रहे इस प्रभु का दास के लिए मैं धन्यवाद करते हैं. നിങ്ങൾ നൽകിയിരിക്കുന്ന സ്നേഹവും നിങ്ങൾ നൽകുന്ന കരുതലും വളരെ നന്ദിയോടെ ഇവിടെ പ്രവർത്തിക്കുകയാണ്. आपका सेवा के लिए मैं धन्यवाद देते हैं. अभी स्मरण करते हैं आप जो प्रभु के साथ सेवा, प्रभु के दास के साथ मिलकर हाथ पकड़ के सेवा कर रहे हैं. നിങ്ങൾ കുറച്ചു മുമ്പേ ഇട്ട സ്തോത്ര കാഴ്ചയുടെ ഒരു നല്ല ഭാഗവും ഇതിന് മുൻ സമയങ്ങളിൽ ഞാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകി തന്നിട്ടുണ്ട്. और कई बार आपकी चंदा है और जिस सेवा, जिस संस्था में हम सेवा करते हैं उस सेवा के लिए भी प्रभु का दास ने भेजा है. ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷകളെ ദൈവം മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. यहाँ पे जो आप सेवा कर रहे उस सेवा को परमेश्वर स्मरण करेगा. परमेश्वर की आशीष आप प्राप्त करोगे. വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ദേവദാസൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്ഥലം തിരഞ്ഞെടുത്ത് കടന്നു വരുന്നത്. बड़ी समस्या के बीच में प्रभु के दास यहाँ पे सेवा के लिए आए.
അന്ന് വളരെയധികം പ്രതിസന്ധികളായിരുന്നു, പ്രതികൂലങ്ങളായിരുന്നു. എന്നാൽ ദൈവം ഇത്രത്തോളം മനോഹരമായ രീതിയിൽ ശുശ്രൂഷകളെ മാനിച്ചു. और बड़ी समस्या के बीच में यहाँ पे सेवा के लिए आए, लेकिन आज कलीसिया को, प्रभु के दास को और चर्च को, कलीसिया को प्रभु ने आशीषें दी हैं. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക മാത്രമല്ല, ഒരു ദർശനമുള്ള വ്യക്തിയായിരുന്നു ദൈവദാസന്. और केवल परमेश्वर चुनने के बात नहीं, प्रभु की सेवकाई की प्रति दर्शन को प्राप्त किया वो व्यक्ति है, इसलिए प्रभु कलीसिया को बढ़ा रहे हैं. അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. प्रभु के दास के साथ सेवा करने वाले भाइयों बहनों के लिए धन्यवाद देते हैं. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണ നൽകുന്ന സഹോദരികൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. प्रभु के दास के साथ जो देते हैं, प्रभु का दासी के लिए मैं धन्यवाद देते हैं. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. परमेश्वर हमारी प्रार्थना सुनने वाले, കണ്ണുനീരിനെ മറികടക്കാത്തവനാണ്. परमेश्वर हमारी आंसू को आगे बढ़कर नहीं जाएंगे. ഇന്ന് വേദനയോടെ, നിരാശയോടെ ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട ദിനമാണ്. यदि आप आंसू के साथ आए, निराशा के साथ आए, समस्या के साथ आए, तो आज आप छुड़कर अफा के चले जाएंगे. ഇന്ന് പുതുതായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. जो नए आए भाई बहनों के लिए मैं धन्यवाद देते हैं. ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. परमेश्वर आपको ब्लेस करने जा रहे हैं. ദൈവം നിങ്ങളുടെ മേൽ സ്പർശിക്കാൻ പോവുകയാണ്. परमेश्वर आपको छूने जा रहे हैं. ദൈവം നിങ്ങൾക്ക് നന്മ തരാൻ പോവുകയാണ്. परमेश्वर आपको आशीषें देने जा रहे हैं. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ സകല വാതിലുകളും തുറന്നാണ് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നത്. जब परमेश्वर की आशीष हमारे जीवन में आएंगे, सारी रास्ता खोल के प्रभु हमें ब्लेस करेगा. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്ക് ഉണ്ടായി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. यहाँ पे हमने बहुत जीवित गवाहियां सुनी हैं. परमेश्वर बड़े आश्चर्य काम करने वाले हैं. ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. परमेश्वर से असंभव कुछ भी नहीं. എത്ര പേര് വിശ്വസിക്കുന്നു? कितने लोग उस पर विश्वास करते हैं? അങ്ങനെ വിശ്വസിക്കുന്നവരെ തങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. जो विश्वास करने वाले हाथ उठा के प्रभु को धन्यवाद करें. हालेलुया, हालेलुया, हालेलुया. प्रभु की स्तुति हो. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് थोड़े समय के लिए, मेडिटेशन के लिए ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. परमेश्वर की वचन हम पढ़ेंगे. 1 യോഹന്നാൻ पगले यूहन्ना 3-ാം അധ്യായം 1-ാം വാക്യം. 3 अध्याय उसकी पगले आयतें पढ़ेंगे. जिसके पास हिंदी बाइबल है प्लीज पढ़िए. पगले यूहन्ना 3 अध्याय उसकी पगले वचन हम पढ़ेंगे. माइक में पढ़िए. देखो पिता ने हमसे कैसा प्रेम किया है कि हम परमेश्वर की संतान कहलाए, और हम है भी. इस कारण संसार हमें नहीं जानता, क्योंकि उसने उसे भी नहीं जाना. കാണുമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. देखो हम परमेश्वर की पुत्र, परमेश्वर की संतान कहने के लिए परमेश्वर ने हम पर कितनी प्रेम की, എത്ര വലിയ സ്നേഹം, कितने बड़े प्यार. ആ സ്നേഹത്തിന്റെ അളവ് കൂടെ പറയാനായിട്ട് സാധ്യമല്ല. उस प्रेम के विषय में हम वर्णन नहीं कर पाएंगे. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം यूहन्ना की सुसमाचार 3 अध्याय 16-ാം വാക്യത്തിൽ പറയുന്നു, 16वां वचन में लिखा है, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. जो कोई प्रभु यीशु मसीह पर विश्वास करते और वो उद्धार पाने के लिए परमेश्वर और हमारे ऊपर अनुग्रह किया, परमेश्वर हमें प्रेम किया है. അപ്പോൾ ഇവിടെ കാണുന്ന ആ വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം എന്നുള്ളതിന്റെ ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ये बड़े प्रेम के विषय में हम जो पढ़ा है, वो प्रेम का उत्तर यूहन्ना की सुसमाचार 3 अध्याय उसकी 16वां वचन हम पढ़ते हैं. പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. पिता ने इतनी बड़े प्रेम हमें की है. ഇപ്പോൾ ഇവിടെ രൂത്തിനെയും ഫേബയെയും ദേവദാസൻ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുകയുണ്ടായി. प्रभु का दास अभी रूत और फेबा को नाम रख दिया, उस बच्चों को डेडिकेशन कर ली.
അന്നേരപ്പോൾ ഞാൻ ആ പിതാക്കന്മാരുടെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നു. उनकी माता पिता की चेहरा में ध्यान से देखा, വലിയ സന്തോഷമായിരുന്നു. उनकी चेहरे में बड़ी खुशी थे. കാരണം അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണ് മക്കൾ. बच्चे परमेश्वर की दान है. അപ്പോൾ പിതാക്കന്മാർക്ക് വേറെ ആരും ഒന്നും തോന്നല്ലേ, ബൈബിളിൽ തന്നെ പറയുന്നത് മക്കളോട് പിതാക്കന്മാർക്ക് കാരണം തോന്നുന്ന. बाइबल कहते हैं माता पिता बच्चों पर दया करते हैं. അപ്പോൾ മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയം അറിയുന്ന, നമ്മുടെ സ്നേഹം അറിയുന്നത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. सबसे ज्यादा हमें जानने वाले हमारी माता पिता हैं. हमारे हृदय को, हमारे विचारों को, चिंता को, जीवन को जानने वाले, समझने वाले हमारी माता पिता हैं. ചില വീട്ടുകളിലെ മക്കൾ കൂടുതൽ അമ്മമാരോടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. कई घर में बच्चे माँ से ज्यादा बातचीत करते हैं. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ ചെന്ന് അമ്മയോട് പറഞ്ഞ് അവിടുന്ന് അമ്മയാണ് ഡാഡി എടുക്കാവുന്ന കാര്യങ്ങൾ പറയുന്നത്. कई बच्चे अपनी माँ से जरूरतें बताते हैं. माँ जाकर और बच्चे के बाप से बात करके उस बच्चे की जरूरतें पूरी करते हैं. കാരണം ബൈബിളിൽ പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. बाइबल कहते हैं जैसे पिता बच्चे पर दया करते हैं. ആമേൻ. അപ്പോൾ മാതാവിന് കരുണയില്ലെന്നുള്ളതല്ല, മാതാവിന് സ്നേഹമാണുള്ളത്. माता की करुणा से बढ़कर माता बच्चों को प्यार करते हैं. എന്നാൽ പിതാവിനുള്ളത് കരുണയാണ്. लेकिन पिता को बच्चों के लिए दया करते हैं. അപ്പോൾ അത് ഇന്ന് തുടങ്ങിയതല്ല, आज की बात नहीं. കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. यही उद्देश्य थे पिता परमेश्वर पुत्र यीशु को इस धरती पर भेजा. ആ പിതാവ് നൽകിയ ആ വലിയ സ്നേഹം നിമിത്തമാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. उस पिता की बड़े बहुमूल्य प्यार के कारण मैं और आप आज यहाँ पे हैं. ഇന്ന് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു അധികാരം എന്ന് പറയുന്നത് ഇതൊറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. आज हम परमेश्वर की बच्चे कहलाने के लिए योग्यताएं केवल इस करुणा और प्रेम के कारण है. ഓരോരുത്തരെ നമുക്ക് യൂണിഫോം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. कईयों को हम यूनिफॉर्म से पहचाना जाते हैं. പോലീസിനെ നമുക്ക് പോലീസിന്റെ യൂണിഫോം കൊണ്ട് മനസ്സിലാക്കാം. पुलिस को पुलिस की यूनिफॉर्म से पहचाना जाते हैं. വക്കീലിനെ വക്കീലിന്റെ വേഷം കൊണ്ട് മനസ്സിലാക്കാം. वकील को वकील की यूनिफॉर्म से पहचाना जाते हैं. പൈലറ്റിനെ പൈലറ്റിന്റെ യൂണിഫോം കൊണ്ട് മനസ്സിലാക്കാം. जहाज चलाने वाले पायलट को उसकी यूनिफॉर्म में पहचाना जाते हैं. എന്നാൽ ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള മുദ്രയാലാണ്. लेकिन एक परमेश्वर की बच्चों को कैसे पहचाना जाते हैं? पवित्र आत्मा की मोहर से पहचाना जाते हैं. ആമേൻ. हालेलुया. മാത്രമല്ല പിതാവിനാൽ കരുണ ലഭിച്ച വ്യക്തി, केवल वो बात भी नहीं, पिता से दया प्राप्त किया वो व्यक्ति. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലായി തീർന്നിരിക്കുന്നത്. इसी तरह मैं और आप हम परमेश्वर की संतान बने. ഒരു കാര്യം വളരെ നാം മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മഹാമാരികളും ഉണ്ട്. और हम एक बात को याद रखना, हमारे चारों तरफ दुख, पीड़ा, समस्या, कष्ट और विपत्ति जरूर है. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം ഒരു ദൈവ പൈതലാണ്. क्योंकि स्वर्गीय परमेश्वर हम इसलिए दया करते हैं कि हम परमेश्वर की संतान हैं. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമുക്കറിയാം എത്ര ജീവിതങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് മഹാമാരി മൂലം മാറ്റപ്പെട്ടത്. इस पिछले कोरोना वायरस में 2 साल में कितने लाखों लोग इस धरती से चले गए. സ്വന്തം മകന്റെ മുഖം ഒരു നോക്ക് കാണുവാൻ സാധിക്കാതെ
മൺമറഞ്ഞ അവസ്ഥയുണ്ടായി. अपनी बच्ची की चेहरा माता पिता देख नहीं पाए. ഭാര്യയുടെ മുഖം ഒരു നോക്ക് കാണാൻ സാധിക്കാതെ മാറി നിന്ന് കരഞ്ഞ ഭർത്താക്കന്മാരെ എനിക്കറിയാം. जीवन साथी की चेहरा एक बार नहीं देख पाए ऐसे लोगों में जानते हैं. ഭർത്താവിന്റെ മുഖം ഒരു നോക്ക് കാണുവാൻ സാധിക്കാതെ കരഞ്ഞ ഭാര്യമാരെ നമുക്കറിയാം. जीवन साथी को चेहरा भी कभी देख नहीं पाए ऐसे रोए हुए भाई बहनों को मैं जानते हैं. മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടും അവരുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ മാറി നിന്ന് കരഞ്ഞ ഒരു സമൂഹത്തെ എനിക്കറിയാം. माता पिता अपने बच्चों को इतना प्यार करने के बाद आखिरी समय में भी उस बच्चों को या माता पिता की चेहरा नहीं देख पाए, दूर खड़े होकर रोए हुए लोगों को मैंने देखा. എന്നാൽ നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. लेकिन परमेश्वर की दया, प्रभु का प्रेम के कारण मैं और आप यहाँ पे आज रहते हैं. നമുക്ക് എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. हम कितनी परमेश्वर को तारीफ करो फिर भी पूरा नहीं हो पाएगा. ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. परमेश्वर की प्रेम कितनी बड़े हैं. ദൈവത്തിന്റെ കാരണം അത്ര വലുതാണ്. परमेश्वर की प्यार कितनी दया बड़ा है. ഒരു കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. हम एक बात को जानना है. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മൾ പിറന്നു വീണ കുടുംബത്തിന് മഹിമ കൊണ്ടോ അല്ല നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. हम हमारी सामत के कारण, हमारी किसी वैल्यू के कारण, हमारी किसी योग्यता के कारण हम यहाँ पे जीवित नहीं रहते हैं. വിശുദ്ധ ബൈബിളിൽ പറയുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ്. बाइबल कहते हम नाश इसलिए नहीं हो रहे, परमेश्वर की अनुग्रह, परमेश्वर की दया, प्रभु का प्रेम हमारे साथ है. ആ വലിയ സ്നേഹം, उस बड़ा प्यार, വലിയ കരുണ, बड़ा दया, വലിയ കരുതൽ बड़े दया നമ്മോടൊപ്പമുണ്ട്. हमारे साथ है. കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്നു നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. हम जिस परमेश्वर को स्तुति आराधना करते, कौवा की बच्चे भोजन के लिए रोते समय उस बच्चों को भोजन लेके देने वाले और उस परमेश्वर को आप प्रेम को हम पहचानते हैं. യോബിന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം അതിന്റെ 41-ാം വാക്യത്തിൽ കാണുന്നു, കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര്? अय्यूब की पुस्तक 38 अध्याय में लिखा है, कौवा की बच्चे भोजन के लिए रोते चिल्लाते समय कौन उसके पास भोजन पहुंचाते हैं. യോബ് ദുഃഖത്തിലൂടെ കൂടി കടന്നു പോയപ്പോൾ, യോബ് വേദനയിൽ കൂടി കടന്നു പോയപ്പോൾ, അവന്റെ എല്ലാം നഷ്ടപ്പെട്ട് പെറുപെറുത്തപ്പോൾ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അയ്യോ ദൈവമേ, ഇത്രമാത്രം വേദന അനുഭവിപ്പാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? और ईयोब के जीवन में बड़ा पीड़ा कष्ट में होकर चलते समय अय्यूब परमेश्वर से पूछा, मैंने कौन सी गलती की इतने कष्ट और विपत्ति मेरे जीवन में आने के लिए? അവന്റെ ഭാര്യ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നമുക്ക് ദൈവത്തെ തള്ളിക്കളയാം. उसकी पत्नी कहते हैं, अभी भी हम परमेश्वर को त्याग सकते हैं, छोड़ सकते हैं. അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു, बच्चे खत्म हो गए, അവന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു, धन संपत्ति खत्म हो गए, അവന്റെ എല്ലാ ആടുമാടുകളും നഷ്ടപ്പെട്ടു. सारी जानवर खत्म हो गए. ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് യോബ് ചോദിക്കുന്നത്, ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ വേദനയോട് കടന്നു പോകുന്നത്? എന്നോട് കരുണയില്ലേ? എന്നോട് സ്നേഹമില്ലേ? എന്നോട് ആർദ്രതയില്ലേ? और इस अय्यूब नबी परमेश्वर से पूछते हैं, मेरे बच्चे खत्म हो गए, मेरा धन संपत्ति खत्म हो गए, मेरे जानवर खत्म हो गए, क्या गलती मैंने किया? क्या तुम्हें मुझसे प्रेम नहीं है? അപ്പോഴാണ് അതിന് മറുപടിയായിട്ട് ദൈവം യോബിനോട് ചോദിക്കുന്നു, കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്നു നിലവിളിക്കുമ്പോൾ യോബേ, നീ അല്ലല്ലോ അതിന് തീറ്റി കൊടുക്കുന്നത്, നിന്റെ ബന്ധുക്കളല്ലല്ലോ തീറ്റി കൊടുക്കുന്നത്, അതിനെ കരുതുന്നത് ഞാനാണ്. तब परमेश्वर अय्यूब से बात करते हैं, कौवा की बच्चे भोजन के लिए रोते समय कौन उसको भोजन देते हैं? ना आप देते हैं, ना किसी मनुष्य देते हैं. परमेश्वर कहते हैं, मैं उनके पास भोजन पहुंचाते हैं. കാക്കയെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? कितने लोग कौवा को देखा है? ഓക്കെ, അതിന്റെ വിശപ്പിന്റെ ഗൗരവം പറയാൻ വേണ്ടിയാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. कौवा की बच्ची की भूख के बारे में बताने के लिए मैं आपको पूछा, आपने कौवा को देखा क्या? കാക്ക കൂടുണ്ടാക്കി കഴിയുമ്പോഴാണ് കുയില്
കുയിലും കൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് മുട്ടയിടും. कौवा अपनी घोंसला बनाते समय अंडा देने के लिए अपनी घर बनाते समय, और एक कौवा से छोटे से एक चिड़िया है काले रंग के हैं, वो जाकर उसी में अंडा छोड़ देते हैं. അപ്പൊ കാക്ക വണ്ടൂത്തിരി ഒന്നും പഠിച്ചിട്ടില്ല, അതിനകത്ത് എത്ര മുട്ട ഇട്ട് വെച്ചത് ഓർക്കാൻ. उसकी ये कौवा को याद नहीं होते कितने अंडे डाला है. അപ്പോൾ കാക്ക പറന്നു പോകുന്ന സമയത്താണ് കുയിലും വന്ന് അതിനകത്ത് മുട്ടയിടുന്നത്. और कौवा जब भोजन के लिए चले जाते हैं तो कुईल और एक और प्राणी है और एक पक्षी है, कौवा की तरह है, छोटे कौवा से, वो आके उसमें अंडा छोड़ देते हैं. അപ്പോൾ കാക്ക വന്ന് അടയിരിക്കും. कौवा आकर उस अंडे के ऊपर बैठेंगे. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ടകളെല്ലാം വിരിയാൻ തുടങ്ങും. कुछ दिन के बाद बच्चे अंडे से बाहर आ जाएंगे. അപ്പോൾ ഈ വിരിഞ്ഞു വന്ന കൂട്ടത്തിൽ കാക്കയുടെ മുട്ടയുണ്ട്, കുയിലിന്റെ മുട്ടയുണ്ട്. और जब बच्चे निकले, कौवा का बच्चे भी है साथ साथ, और दूसरी प्राणी है जो कुईल है उनकी बच्चे भी हैं. മനസ്സിലാവുന്നുണ്ടല്ലോ? समझ आते हैं? അപ്പോൾ ഈ എല്ലാ കുഞ്ഞുങ്ങളും കിടന്ന് കരയാൻ തുടങ്ങുമ്പോൾ കാക്ക പോയി തീറ്റി കൊണ്ടുവരും. जब बच्चे सब चिल्लाते खाने के लिए, कौवा जाकर भोजन लेकर आते हैं. അങ്ങനെ കാക്ക തീറ്റി കൊണ്ട് വന്നിട്ട് കൂടിന്റെ വാതുക്ക വന്ന് ഇങ്ങനെ ഇരിക്കും. जब कौवा भोजन लेके आते हैं तो उसकी घोंसले के घर के पास आकर बैठेंगे. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ കിടന്ന് കരയുകയാണ്. तब बच्चे अपनी मुंह खोल के रोएंगे, मुझे दे दो बोलेंगे. കാക്കയ്ക്ക് അറിയത്തില്ല ഏത് കുഞ്ഞാന്ന്. कौवा को पता नहीं कौन है अपनी बच्चे हैं. പക്ഷെങ്കിൽ അവിടെ തീറ്റി കിട്ടുന്നത് ആർക്കാന്നറിയാമോ? आपको पता है किसको भोजन मिलते हैं? ആർക്കാ? किसको मिलते हैं? കാക്കയ്ക്കല്ല, जो कौवा का बच्चे को नहीं. കുയിലിന്റെ കുഞ്ഞാണ് ഏറ്റവും കൂടുതൽ വായ വലിപ്പത്തിൽ പൊളിക്കുന്നത്. कुईल की जो है बच्चे हैं सबसे बड़ा मुंह खोलते हैं. അപ്പോൾ കാക്കയുടെ സൈക്കോളജി ഏറ്റവും കൂടുതൽ വിശപ്പ് ഈ കുഞ്ഞിനായിരിക്കും. तो कौवा को पता लगेगा जिन्होंने मुंह खुला सा खोला है उसको ज्यादा भूखे हैं. അങ്ങനെ ഈ കുയിലിന്റെ കുഞ്ഞിനാണ് ഈ കാക്ക തീറ്റ കൊടുക്കുന്നത്. इस कुईल के बच्चे को कौवा भोजन खिलाते हैं. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്, ദൈവത്തിന് നന്മ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ വിസ്താരത്തിൽ തുറന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കണം. इसलिए परमेश्वर की आशीषों को पाना है तो हम अपनी मुंह खोल के परमेश्वर को स्तुति आराधना धन्यवाद करें. അങ്ങനെ നാം ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന് നന്മ ലഭിക്കാൻ തുടങ്ങുന്നത്. हम इस तरह आराधना करते समय परमेश्वर की आशीषों को प्राप्त करने लगेगा. അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവത്തിന് നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. हम ऐसी आराधना करते समय परमेश्वर की ब्लेसिंग हमारे जीवन में आएंगे. അവിടെ കൊണ്ട് തീരുന്നില്ല, उससे कदम नहीं हो रहे. വീണ്ടും വീണ്ടും ഈ തള്ളക്കാക്ക വന്ന് തീറ്റി കൊണ്ടു കൊടുത്ത് കുയില് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് തൂവലും വളർന്ന് മിടുക്കനായി അവൻ പറന്നു പോകും. और इस कौवा खिलाते खिलाते कुछ दिन कुछ महीना खिलाने के बाद ये जो कुईल की बच्चे हैं वो अपने पंगों में स्ट्रेंथ आके पावर आ गए और वो उठ के चले जाएंगे. അപ്പോഴും ആ കൂടിനുള്ളിൽ എന്തും വിശക്കുന്നത് കാക്ക കുഞ്ഞുങ്ങളാണ്. तभी भी उस कौवे के घोंसले में घर में भूखे रहते हैं कौवा का अपनी बच्चे हैं. ആ കരയുന്ന കാക്ക കുഞ്ഞിനെ കരുതുന്നതാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. उस कौवे के बच्चों को खिलाने वाले कौन है? वो स्वर्ग का परमेश्वर, वही परमेश्वर मुझे और आपको खिलाते हैं. ഹല്ലേലൂയ. हालेलुया, हालेलुया. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. परमेश्वर की और कितनी परमेश्वर हमें संभालते हैं, इन बातों में हमें दिखाई दे रहे हैं. ആമേൻ. आमीन. ദൈവത്തിന്റെ കരുതലിന് യാതൊരു കണക്കുമില്ല. परमेश्वर हमें कितनी सुरक्षित रखते हैं, हमें संभालते हैं. എത്രമാത്രം നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവോ
അത്രമാത്രം നന്മകൾ ദൈവം നമുക്ക് തരും. जितने परमेश्वर के साथ साथ चलोगे उतनी आशीषों को हम प्राप्त करोगे. ദൈവവചനം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സത്യസുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒറ്റ കുടുംബത്തെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. सुसमाचार के लिए, प्रभु के लिए जो व्यक्ति अर्पण किया उनको और उनके परिवार को परमेश्वर कभी नहीं छोड़ा. തലമുറകളെ മാനിക്കുന്നവനാണ് ദൈവം. पीढ़ियों को आशीष देने वाले परमेश्वर. ആമേൻ. हालेलुया. റോമാലേഖനം रोमियों को पत्री 16-ാം അധ്യായം 16वां अध्याय അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 13वां वचन हम पढ़ेंगे. റോമാലേഖനം रोमियों को पत्री 16 अध्याय उसकी 13वां वचन हम पढ़ेंगे. पढ़े जिसके पास बाइबल है हिंदी. ഇല്ലേ? 16-13 കർത്താവ് പുസ്തകത്തിന് സോസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചെയ്യും. ഞാൻ പറഞ്ഞേക്കാം. കർത്താവിൽ പ്രസിദ്ധനായ प्रभु यीशु मसीह में जो प्रभु में प्रसिद्ध है റൂഫോസിന് വന്ദനം ചെയ്യുവീൻ. रूफोस को धन्यवाद करें. ഇന്ന് 2021 നവംബർ മാസം 7-ാം തീയതി. आज नवंबर 7 तारीख 2021. ഇന്നും റൂഫോസിനെ കുറിച്ച് പറയുവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ रूफोस के विषय में आज भी कहते हैं. ദൈവവചനത്തിൽ കാണിച്ചിരിക്കുന്നു, തലമുറയുള്ള കാലത്തോളം ഈ വചനത്തിൽ നിന്ന് മാറ്റപ്പെടുത്താൻ സാധ്യമല്ല. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിന് വന്ദനം ചെയ്യുവീൻ. रूफोस जो मसीह में प्रसिद्ध है उसको उसके लिए धन्यवाद करें क्योंकि वो परमेश्वर के लिए सेवा के लिए बहुत बड़े काम की. ആയിരക്കണക്കിന് ഏക്കറുകൾ കൃഷിവയലുള്ളതുകൊണ്ടല്ല പ്രസിദ്ധനായത്. हजारों किला जमीन है इसलिए नहीं प्रसिद्ध हुआ. നൂറുകണക്കിന് ട്രാക്ടർ ഉള്ളത് കൊണ്ടല്ല പ്രസിദ്ധനായത്. सैकड़ों गाड़ियां हमारे पास है इसलिए नहीं प्रसिद्ध हुआ. ബാങ്ക് ബാലൻസിന്റെ കൂടുതൽ കൊണ്ടല്ല പ്രസിദ്ധനായത്. बैंक बैलेंस से नहीं प्रसिद्ध हुआ. റൂഫോസ് പ്രസിദ്ധനായതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂഫോസിന്റെ പിതാവ് കുരിശിന്റെ അഗ്രം തൊട്ടു. रूफोस इसलिए मसीह में प्रसिद्ध हो गए. यीशु मसीह की क्रूस उठाए. റൂഫോസിന്റെ പിതാവാണ് ഷീമോൻ. रूफोस की पिता शिमोन है. യേശുവിനെ ക്രൂശിക്കുവാൻ ഗോൽഗോത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ यीशु को क्रूस पर चढ़ाने के लिए गोलगोता पहाड़ पे लेके जाते समय ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിപ്പാനായി പോവുകയാണ്. ये पिता ने जो दी हुई सेवा को पूरा करने के लिए यीशु बड़ा क्रूस उठा के कालवरी गोलगोता पहाड़ पे जाते समय വയലിൽ അധ്വാനിച്ചുകൊണ്ടിരുന്ന ഷീമോൻ വന്ന് യേശുവിനെ സഹായിക്കാൻ ഒരുങ്ങി. खेतीबाड़ी करने वाले शिमोन को जबरदस्ती रोमा सिक्योरिटियों ने, भोजियों ने यीशु की क्रूस उसके ऊपर थोड़ी समय के लिए उठा के रख दिया है. അവന്റെ ശരീരം കൊണ്ട്, അവന്റെ കുരിശിന്റെ വേദനയുടെ ഭാരം കൊണ്ട് യേശു ക്രിസ്തു വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും പോവുകയാണ്. बड़ी क्रूस उठाकर यीशु चलते, यीशु गिरते गिरते गिरते, यीशु इतनी भारी क्रूस उठाने मुश्किल हुआ तब शिमोन को पकड़ के यीशु का क्रूस उसके कंधे पर दे दिया. ഞങ്ങൾ പഠിച്ച സമയത്ത് ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ തലയിൽ അടിച്ച മുൾക്കിരീടത്തിന്റെ ഒരു മുള്ള് തലയിലൂടെ ഇറങ്ങി കണ്ണിലൂടെ ഇറങ്ങിയതിനു ശേഷം കണ്ണിന്റെ കൃഷ്ണമണി ആ മുള്ളിന്റെ അഗ്രത്തിൽ തൂങ്ങിക്കിടന്നു എന്നുള്ളതാണ്. हम जब थियोलॉजी पढ़ते हैं
और हिस्ट्री भी साथ हम पढ़ते हैं और उसमें लिखा है इतिहास में, जो कांटे हैं यीशु की सिर में लगाए, वो कांटे सिर से बाहर आके और उस कांटे आंखों से, आंखों की जो पुतली है वो उस कांटे की किनारे पर टांगा गए हैं। യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ച വേദന മനസ്സിലായിക്കോണമെന്ന് വിശ്വസിക്കുന്നു. मैं विश्वास करते यीशु मसीह मेरे लिए, आपके लिए कितनी दुख उठाए। നാം ആദ്യം വായിച്ചത് കേട്ടല്ലോ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. हमने पगले पड़े, देख पिता ने कितनी बड़े प्रेम किया है अपने बेटे यीशु मसीह को देखकर। ആ സ്നേഹമാണ് അല്പസമയം മുമ്പ് ദിവ്യബലിയിലൂടെ നാം ഇവിടെ ആചരിച്ചത്. आमीन। उस पिता ने उसको दिया हुआ और उस जिम्मेदारी जो मेरे और आपकी किए हुआ प्रेम के लिए उसकी क्रूस पर और उसको उसने कुर्बानी दी, उसकी स्मरण के लिए प्रभु का भेमेश हमने प्राप्त की। അങ്ങനെ ആ വയലിൽ നിന്നും നിർബന്ധത്താൽ ആ യേശുവിന്റെ കുരിശ് ഒരല്പസമയത്തേക്ക് താങ്ങുവാൻ ശീമോന് ഭാഗ്യമുണ്ടായി. उस यीशु मसीह क्रूस लेके जाते समय थोड़ी समय के लिए यीशु को क्रूस उठाने के लिए उसको और मौका मिले। രൂഫോസ് വൈകുന്നേരം സാധാരണ 4 മണിക്ക് വീട്ടിൽ വരുന്നത് പോലെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവന്റെ ഭാര്യയോട് പറഞ്ഞു കാണും, ഞാൻ ഇന്നൊരു വലിയൊരു കാഴ്ച കണ്ടു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. रूफोस अपने घर पे आए, शिमोन अपने घर पे आए और अपनी पत्नी से ये बातें बताया होगा, मैंने एक बहुत बड़ी बातें देखा है जो यीशु नसरी क्रूस उठाकर जा रहे हैं। അത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുമ്പോൾ ശീമോൻ തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടത് എങ്ങനെയാണ്, യേശു ക്രിസ്തുവിനെ ഒരു കൂട്ടര് ഉപദ്രവിച്ചു, ഒരു കൂട്ടര് അടിച്ചും കുരിശു ചുമന്ന് മുകളിലോട്ട് പോകുന്ന കാഴ്ച കാണുവാനാണ് സാധിച്ചത്. मैंने यीशु को देखा है, उसको मारते, कूटते, पीटते और लहूलुहान होके और यीशु क्रूस उठाकर गोलगोता पहाड़ पे जाते मैंने देखा है। ഇന്നലെ വരെ ആ ഗുരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നു. कल तक वो हमारे लिए प्रार्थना किया था, ഇന്നലെ വരെ അവൻ ഹോശന്ന പാടിയിരുന്നു. कल तक हम उसके लिए होशन्ना गाए थे, ഇന്നലെ വരെ അവൻ അനുയായികൾ ഉണ്ടായിരുന്നു. और कल तक उसके साथ चलने के लिए लाखों लोग थे। എന്നാൽ കുരിശ് വഹിക്കുവാൻ ഞാൻ വേറെ ആരെയും കണ്ടില്ല, യേശു മാത്രമാണ് ഉണ്ടായിരുന്നത്. लेकिन यीशु को क्रूस उठाने के लिए वहां पर होशन्ना गाए हुए लोग कोई नहीं था, वहां पे एक भी व्यक्ति को मैं नहीं देखा यीशु को क्रूस उठाने के लिए। അന്നേരപ്പോൾ ഒരു പക്ഷെങ്കിൽ രൂഫോസ് കിടന്നുറങ്ങുന്ന കൊച്ചു കുഞ്ഞാണ്. हो सकते हैं शिमोन की बेटा रूफोस गोद की बच्चे हैं। എന്നാൽ കാലം കഴിഞ്ഞു, യേശു ക്രിസ്തുവിന്റെ വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇന്നും തിരുവചനത്തിൽ പറയുന്നു, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിന് വന്ദനം ചെയ്യുവീൻ. यीशु का क्रूस उठा के लेके चला हुआ उस शिमोन की बच्चे रूफोस के विषय में बाइबल कहते हैं वो प्रभु में प्रसिद्ध हो गई। ദൈവമക്കളെ, प्यारे भाइयों बहनों, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ देख हम परमेश्वर की संतान कहने के लिए എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകി തന്നത്. कितनी बड़े प्रेम पिता ने हमें दी। ആ കുരിശന്റെ ആഗ്രഹം ശീമോൻ വഹിച്ചതുകൊണ്ട്, ആ കുരിശന്റെ ആഗ്രഹം ശീമോൻ തൊട്ടതുകൊണ്ട് അവന്റെ തലമുറയെ ദൈവം മാനിച്ചു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. पवित्र शास्त्र कहते हैं यीशु मसीह की क्रूस थोड़ी समय के लिए शिमोन ने उठाए। बाइबल कहते हैं उसका पीढ़ी, उसका जनरेशन, उसकी वंश, उसकी औलाद आशीष पाए और मसीह यीशु में प्रसिद्ध हो गए। ഇന്നും നിങ്ങൾ സത്യസുവിശേഷത്തിന് വേണ്ടി ഈ ടെന്റിനുള്ളിൽ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ മാത്രമല്ല ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്, നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കാൻ പോവുകയാണ്. यदि आप प्रभु की सेवा करते, प्रभु की संग चलते, परमेश्वर की रास्ता पर चलते समय केवल आप नहीं, आपका पीढ़ी को, आपकी वंश को प्रभु आशीष देने
जा रहे ആ हैं। കുരിശിന്റെ അഗ്രം തൊട്ടവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. जो भी वो क्रूस उठाए वो कभी भी और लज्जित नहीं हुआ है। അവന്റെ കുരിശിനെടുത്തിട്ടുള്ളവരെല്ലാവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളേ ഉള്ളൂ. जो उसकी क्रूस उठाए उसकी पीढ़ी आशीष पाए। ആ ദൈവം നമ്മൾക്ക് നൽകി തന്നിരിക്കുന്ന ആ വലിയ സ്നേഹത്താലാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. उस प्रभु ने दिया हुआ बड़े महान प्यार के कारण मैं और आप यहाँ पे हैं। ആ വലിയ സ്നേഹത്തിന്റെ ആ വലിയ കുരിശിന്റെ അഗ്രം തൊടാൻ എത്ര പേരുണ്ട് ഇവിടെ? आज कितने लोग हैं यीशु को क्रूस उठाने के लिए तैयार हैं? എത്ര പേര് തയ്യാറാണ്? आज कितने लोग तैयार हैं यीशु का क्रूस उठाने के लिए? യേശു ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. यीशु हमें आशीष देने के लिए शक्तिमान അവൻ है। തലമുറകളെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. वो पीढ़ियों को आशीष देना चाहते हैं। അവൻ നമുക്ക് വേണ്ടി സകലതും കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താഭാരങ്ങളും ദൈവത്തിന് മേലിട്ടുകൊള്ളൂ ദൈവം പറയുന്നു. वचन कहते हैं प्रभु यीशु परमेश्वर हमारे लिए सब कुछ और देने वाले हमारे सारी सोच विचार चिंताएं यीशु पर हम डालें। അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന യഹോവയാണ്. असंभव को संभव करने वाले परमेश्वर। എത്ര പേര് ഈ കുരിശിന്റെ അഗ്രം തൊടാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണ്? आज कितने लोग तैयार हैं उस यीशु मसीह की क्रूस उठाने के लिए? യെസ്. आज कितने लोग तैयार हैं यीशु का क्रूस उठाने के लिए? ആമേൻ. आपके लिए मैं धन्यवाद देते हैं। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. परमेश्वर आपको आशीष देने जा रहे हैं। ദൈവം നിങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. बहुतायत से परमेश्वर की आशीष आप और पीढ़ी पाएंगे। ലോകത്തിന്റെ വിവിധ കോണുകളിൽ ദുരന്തങ്ങളും ആപത്തുകളും മഹാമാരികളും ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങളെ പരിപാലിക്കുന്നത് ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. इस संसार में बड़ी महामारी आते समय कष्ट आते समय लोग खत्म हो जाते हैं, लेकिन आपको प्रभु सुरक्षित रखे परमेश्वर की महादया के कारण है। ഇനിയും ഒരു വരവ് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ വലിയ ടെന്റുകളിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന നൂറുകണക്കിന് ശുശ്രൂഷകൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. मैं प्रार्थना कर रहा हूं जैसे ही टेंट में हजारों लोग हैं और इसी तरह बड़े बड़े और टेंटों में आराधना करने वाले लोग इस पंजाब में खड़े होंगे। നമുക്കിന്ന് തീരുമാനമെടുക്കണം. അടുത്ത ദിവസം ഞാൻ എന്റെ സത്യസുവിശേഷം 5 പേരോട് പറയും. कम से कम एक दिन 5 लोगों को सुसमाचार सुनाएंगे। हमने निर्णय लेना है। ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഞ്ചാബിന്റെ മിഷണറിമാരാണ്. यहाँ पे जितने लोग बैठे हैं पंजाब का मिशनरी लोग हैं। നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. आपको प्रभु आशीष देने जा रहे हैं। നിങ്ങൾ കുരിശ് ചുമന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. यदि आप क्रूस उठाएगा तो आपकी पीढ़ी आशीष पाएंगे। നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. आपकी पीढ़ी आशीष पाएंगे। നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. आपके बच्चे आशीष पाएंगे। പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സകലതും ദൈവത്തിന് സാധ്യമാകിയാൽ ദൈവത്തിന്റെ നന്മകളെ നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. हम परमेश्वर से कोई असंभव नहीं, प्रभु पर भरोसा रखे परमेश्वर की सारी आशीषों को अब हासिल करें। ഏറ്റവും ഒടുവിൽ യോബ് പറയുന്നു, അയ്യോ ദൈവമേ, നിനക്ക് സകലതും സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. अय्यूब आखिरी परमेश्वर से कहते हैं प्रभु मैं विश्वास करता हूँ तुम सब कुछ करने वाले हैं। ആമേൻ. आमीन। ദുരന്തങ്ങളിൽ കൂടി കടന്നുപോയ യോബ്, समस्या में लेके चले गया हुआ अय्यूब नबी, രോഗങ്ങളിൽ കൂടി കടന്നുപോയ യോബ്, बीमारी में होकर गया अय्यूब नबी, കുടുംബങ്ങളിൽ മരണത്തിൽ കൂടി കടന്നുപോയ യോബ്, मृत्यु के बीच में गया अय्यूब नबी। ഏറ്റവും ഒടുവിൽ യോബ് പറയുന്നു, അങ്ങക്ക് സകലതും സാധ്യം. आखिरी में अय्यूब कहते हैं आप सब कुछ करने वाले हैं। സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. मैं ज्यादा समय लेना नहीं चाहते हैं। യോബ് ഇപ്രകാരം പറയുന്നുണ്ട്, अय्यूब इस तरह कहते हैं അയ്യോ ദൈവമേ, हे प्रभु എന്റെ വിപത്തുകളും എന്റെ ദുഃഖങ്ങളും സ്വരൂപിച്ച് ഒരു ത്രാസിന്മേൽ വെച്ചാൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. और मेरी दुख मेरी समस्या एक थकड़ी के ऊपर रखेगा तो और समुद्र के किनारे की ब्रेती से भी ज्यादा भारी है। യോബിന്റെ ദുഃഖമല്ല മനസ്സിലായോ? क्या आपको समझ आ गए अय्यूब नबी की दुख कितना है? കടൽപ്പുറത്തെ മണലിന്റെ ഭാരം ആർക്കും അറിയാൻ പറ്റുമോ? आपको पता है समुद्र के किनारे पर जितनी ब्रेती है उसकी वेट कितना है? കഴിയുമോ? किसी को नहीं पता।
ബെയ്ത്ത് बहुत वेट होता है। ബെയ്ത്ത്. ആ, അപ്പോൾ അതിനേക്കാൾ ഭാരമേറുന്നതായിരുന്നു ഇയ്യോബിന്റെ ദുഃഖം. अय्यूब नबी कहते हैं मेरा दुख उससे भी ज्यादा था। ഇവിടെ ഗവായിക്ക് വേണ്ടി ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഓരോരുത്തർ വന്ന് പറയും, കഴിഞ്ഞ ആഴ്ച ഇയ്യോബിനെ പോലെ ദുഃഖം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. यहाँ पे गवाही के लिए बुलाएंगे लोग, आकर यही कहेंगे अय्यूब की समान मेरे जीवन में दुख था। അങ്ങനെ ഇയ്യോബിന്റെ പോലെ ദുഃഖം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? क्या आप किसी को अय्यूब की समान दुख हुआ? ഇല്ല, नहीं हुआ, ഇല്ല. नहीं हुआ। ഇയ്യോബിന്റെ വേദനയുടെ ഒരംശം നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. अय्यूब नबी की दर्द तकलीफ का 1% हमने नहीं पाया। എന്നാൽ ഇവിടെ ഇയ്യോബ് പറയുന്നു, എന്റെ വിപത്തുകളും എന്റെ വേദനകളും കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. मेरे अय्यूब नबी कहते हैं मेरे दुख और मेरी समस्या मेरा बोझ समुद्र के किनारे की रेती से भी ज्यादा है। അവിടെയാണ് ഇയ്യോബ് ചോദിക്കുന്നത്, ദൈവമേ അങ്ങ് എന്നെ കൈവിട്ടോ? अय्यूब प्रभु से पूछते क्या आपने मुझे छोड़ दी? അപ്പോഴാണ് ദൈവം തിരിച്ചു ചോദിച്ചത്, കാക്ക കുഞ്ഞുങ്ങൾ വിഴുന്ന് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്ന ഞാനല്ലേ ഇയ്യോബേ? अय्यूब से परमेश्वर ने कहा कौवे के बच्चे भोजन के लिए रोते समय उसको कौन भोजन देता है? परमेश्वर कहते मैं उसके पास भोजन पहुंचाते हैं। അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇയ്യോബ് പറയുന്നു, അങ്ങയ്ക്ക് സകലതും സാധ്യം. आखिरी में अय्यूब कहते हैं सब कुछ आपके द्वारा संभव है। Nothing is impossible. हाँ, सब कुछ परमेश्वर के द्वारा संभव है। ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ സ്നേഹം, परमेश्वर ने हमें दिया हुआ बड़े प्रेम, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ വലിയ കരുതല്, परमेश्वर की बड़ा प्यार और परमेश्वर हमें सुरक्षित रखते हैं। വേദനയുടെ മധ്യത്തിൽ, दर्द के बीच में, നിന്ദകളുടെ മധ്യത്തിൽ निंदा के बीच में യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ജീവിതം സമർപ്പിച്ചാൽ यीशु के लिए अपना जीवन अर्पण करेगा तो ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. परमेश्वर आपको ब्लेस करने जा रहा है। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. प्रभु आपको ब्लेस करने जा ആ रहा है। കുരിശിന്റെ അഗ്രഹം തൊടുവാൻ, उस यीशु का क्रूस उठाने के लिए നിന്ദ ചുമക്കുവാൻ और उसकी निंदा को हम प्राप्त करने के लिए എത്ര പേർക്ക് ഇന്ന് സാധിക്കും? कितने लोग आज എത്ര പേര് ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നു? कितने लोग आज समर्पण करेगा? ഇന്ന് ദൈവം എനിക്ക് തലമുറ നന്മകൾ തരികയാണെങ്കിൽ, അനുഗ്രഹം ആയുസ് തരുന്ന പക്ഷം യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നു. और हम ये कहें यदि मेरे आगे जीवन देगा तो और प्रभु के लिए यीशु के लिए मैं अपने जीवन को समर्पण करूंगा। അങ്ങനെ ദൈവസ്ഥാനം തീരുമാനമെടുത്തിട്ടുള്ളവർക്ക്, जो लोग प्रभु की उपस्थिति में समर्पण की, എഴുന്നേറ്റ് നിൽക്കാം. ദേവദാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. अब प्रभु की उपस्थिति में खड़े हो जाएंगे, मिलकर हम परमेश्वर को स्तुति आराधना करेंगे, उसके साथ आपके लिए हम प्रार्थना करेंगे। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. परमेश्वर आपको आशीष देने ആ കുരിശിന്റെ അഗ്രഹം തൊടാൻ താല്പര്യമുള്ളവർ, जो क्रूस उठाना चाहते हैं, വേദനയുടെ മധ്യത്തിൽ, നിന്ദയുടെ മധ്യത്തിൽ ഞാൻ ആ കുരിശ് വഹിക്കും. मैं निंदा, बीमारी, समस्या, दुख, दर्द के बीच में यीशु का क्रूस उठाऊंगा। ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. परमेश्वर से कोई असंभव नहीं है। ആമേൻ, आमीन, ആമേൻ, आमीन, ആമേൻ, आमीन, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया, പ്രഭു യേശു മസീഹ് की जय, പ്രഭു യേശു മസീഹ് की जय, ആമേൻ. आमीन। थैंक यू पास्टर। എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ദേവദാസനുള്ള ആ നന്ദി ഇത്തരത്തിൽ അറിയിക്കുകയാണ്. मुझे समय दिया हुआ प्रभु का दास और कलीसिया को मैं धन्यवाद देता हूं। എന്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. मेरे परिवार के लिए भी प्रार्थना करना है। എന്റെ ഭാര്യ നേഴ്സാണ്, मेरी पत्नी नर्स है, സൗദി അറേബ്യയിലെ നേഴ്സിംഗ് ഡയറക്ടറാണ്. आमीन। मुस्लिम कंट्री में सऊदी अरेबिया में काम कर रहे हैं। എനിക്ക് രണ്ട് മക്കളാണുള്ളത്. मुझे 2 बच्चे हैं। മൂത്ത ആള് ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. बड़े बेटा दिल्ली में है। രണ്ടാമത്തെ മകന് കേരളത്തിലെ ബികോം 3ാം വർഷം പഠിക്കുന്നു. और दूसरे बच्चे हैं और केरला में वो डिग्री कर रहे हैं। ഞാൻ ദൈവം ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷകളിലൂടെ നാട്ടിലും മറ്റു സ്ഥലങ്ങളിലുമായിരിക്കുന്നു. प्रभु ने मुझे दिया हुआ जो जिम्मेदारी है, जो सुसमाचार की सेवा है, वो मैं कहीं जगह पर कर रहे हैं। ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്ത 193 രാജ്യങ്ങളിൽ നിന്നുള്ള 38 അംബാസഡർമാരിൽ ഒരാളാണ് എളിയവനായി ഞാൻ. INA
जो चुना हुआ है 138 अम्बासडर में एक अम्बासडर मैं हूँ। ताड़ी बजा के प्रभु को महिमा करें। ദൈവത്തിന്റെ നന്മകളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുമായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर की आशीष के लिए मैं धन्यवाद देते हैं। ശുശ്രൂഷ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് प्रभु പ്രാർത്ഥിക്കുന്നു. यहाँ की सारे सेवकों को आगे बढ़ाएं। വളരെ സന്തോഷമായ ആതിഥ്യ മര്യാദയും സ്നേഹവും കരുതലും നിങ്ങൾ നൽകി തന്നതിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. आमीन। सब प्रकार की आपका सेवा के लिए, प्रेम के लिए मैं धन्यवाद देते हैं। പരമേശ്വര ആശീർവദിക്കട്ടെ. प्रभु आपको आशीषें दे। और आइए मिलकर हम ताड़ियों के साथ हम प्रभु को हम स्तुति करें।